السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹധരണീയരായ സത്വിശ്വാസികളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏറെ അനുഗ്രഹീതമായ മഹത്തായ മജ്ലിസിൽ വീണ്ടും ഒരിക്കൽ കൂടി സംഗമിക്കാൻ അള്ളാഹു നമുക്ക് മഹത്തായൊരവസരത്തെ അനുകൂലമാക്കി തന്നിരിക്കുകയാണ്. ഈ ഒരവസ്ഥയെ നമുക്ക് വേണ്ടി കനിഞ്ഞരുളിയ, ഇതിനു വേണ്ടി നമ്മെ തിരഞ്ഞെടുത്ത അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ സദുദ്യമത്തെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ സദസ്സിൽ സംഗമിച്ചതുപോലെ തന്നെ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ജന്നാത്തു നഈമിലും ഒരിടം നൽകി അള്ളാഹു നമ്മെ പരിഗണിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഗതകാലങ്ങളിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ വന്നുപോയ പാപക്കറകളെല്ലാം ഈ മജ്ലിസിൻ്റെ അവസാനത്തിൻ്റെ മുമ്പായി തന്നെ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ. തിങ്കളാഴ്ചകളിൽ നമ്മൾ സംഗമിക്കാറുള്ള അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളുമായി ബന്ധപ്പെട്ട പഠന ദർസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ ശ്രദ്ധേയമായ ഒരു നാമത്തെ സംബന്ധിച്ചുകൊണ്ടാണ് അല്പസമയം ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. കാര്യങ്ങളെ നന്നായി സംസാരിക്കുവാനും കേൾക്കുന്ന കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനും അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ ഏറെ ഭയത്തോടുകൂടി ഓരോ ചലനങ്ങളും ശ്രദ്ധയോടുകൂടിയാകണം എന്നുള്ള ആശയത്തിലേക്കുള്ള വിരൽ ചൂണ്ടുന്നൊരു നാമമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, അള്ളാഹുവിൻ്റെ അർ-റഖീബ് എന്ന നാമം. ഈ റഖീബ് എന്ന് പറയുന്ന വാക്കിൻ്റെ, ആ നാമത്തിൻ്റെ നേരിട്ടുള്ള അർത്ഥം, അള്ളാഹു സദാ നമ്മെ നിരീക്ഷിക്കുന്നവനാണ്, എല്ലാ സമയങ്ങളിലും അള്ളാഹു നമ്മെ കാണുന്നവനാണ്. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളെയൊക്കെ സൂക്ഷിക്കുന്നവനാണ് അള്ളാഹു എന്നുള്ള അർത്ഥത്തിലാണ് ആ നാമത്തെ പ്രയോഗിക്കുക. അഹ്ലു സുന്നയുടെ വിശ്വാസപ്രകാരം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഉപരിയിലാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. അള്ളാഹു ഉപരിയിലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആകാശത്തിലാണ് എന്നുള്ള ആ പ്രയോഗം സൂക്ഷ്മത കുറവാണ് എന്നും, അവൻ ഉപരിയിലാണ് എന്നുള്ള പ്രയോഗമാണ് ഏറ്റവും സൂക്ഷ്മമായത് എന്നുമൊക്കെ ചർച്ച ചെയ്യുന്നത് കാണാം. ഇരിക്കട്ടെ, അള്ളാഹു ഉപരിയിലാണെങ്കിലും അള്ളാഹുവിൻ്റെ സദാ നിരീക്ഷണത്തിലും നോട്ടത്തിലുമാണ് ഓരോ സമയങ്ങളിലും നമ്മളുള്ളത്.
വിശുദ്ധ ഖുർആനിലൊരു ആയത്ത് തന്നെ ഒരുപക്ഷെ നമ്മുടെ ഈ ക്ലാസ്സുകളിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഓതിയൊരായത്താണ്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കണ്ഠനാഡിയേക്കാൾ, ജീവനാഡിയേക്കാൾ നിങ്ങളോട് അടുത്തവനാണ്. അത് ഏത് രൂപത്തിലാണ് ആ സാമീപ്യം? അള്ളാഹുവിൻ്റെ ദാത്ത് നമ്മുടെ ഹബലുൽ വരീദിലുണ്ട് എന്നാണോ? ദാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ സത്ത, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹു നമ്മുടെ ജീവനാഡിയേക്കാൾ, കൊരവള്ളിയേക്കാൾ സമീപത്താണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും നമ്മോട് അവൻ സമീപസ്ഥനാണ്. അപ്പം അള്ളാഹു ഉപരിയിലാണെങ്കിലും അള്ളാഹുവിൻ്റെ സദാ നിരീക്ഷണത്തിലും നോട്ടത്തിലുമാണ് നമ്മളുള്ളത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും അള്ളാഹു കൃത്യമായി നിരീക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ നാമം വരാൻ കാരണം. ഇപ്പം നമ്മളൊക്കെ അറിയാം, ചില സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്, അല്ലെങ്കിൽ ഇന്ന നിരീക്ഷണത്തിലാണ് എന്നൊക്കെ നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്യാറുണ്ട്. ഇനി അത് ഏത് നിരീക്ഷണത്തിലാണെങ്കിലും അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പ്രയോഗമല്ല അത്. നേരെ മറിച്ചുകൊണ്ട് സൂക്ഷ്മമായ, പരിപൂർണമായ ഒരു സെക്കൻഡ് നേരത്തേക്ക് പോയിട്ട് അതിൻ്റെ ഏറ്റവും ചെറിയ സമയം എത്രയാണോ ആ സമയത്തേക്ക് പോലും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ മറയുന്നില്ല എന്നാണ്. ബാക്കിയുള്ളതിനെല്ലാം പരിധികളും പരിമിതികളുമുണ്ട്. ഇനി മാത്രമല്ല, അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അള്ളാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നാളെ പരലോകത്ത് വ്യക്തമായി കൊണ്ടുവന്ന അള്ളാഹു വിചാരണക്കെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറെ ഭയത്തോടെ, ഏറെ ശ്രദ്ധയോടെ ആയിരിക്കണം ഈ നാമത്തെ നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതും. ഇത് കേട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. എന്തെങ്കിലുമൊക്കെ അരുതായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ചില ആളുകൾക്ക് പേടി ജനങ്ങളെയാണ്. യസ്തഖ്ഫൂന മിനന്നാസ്, ഖുർആൻ പറഞ്ഞതുപോലെ ജനങ്ങളിൽ നിന്ന് പലരും മറച്ചു വെക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, എന്നാൽ അള്ളാഹുവിങ്കൽ നിന്ന് യാതൊന്നിനെയും മറച്ചു വെക്കാൻ സാധ്യമല്ല. അത്രത്തോളം വ്യക്തമായ നിരീക്ഷണമാണ്, അത്രത്തോളം വ്യക്തമായ റഖീബാണ്, നിരീക്ഷകനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ നാട്ടിൽ ഭൗതികവാദികളുണ്ട്, ദൈവമില്ല എന്ന് പറയുന്ന, മതമൊക്കെ എന്തിന് എന്ന് ചോദിക്കുന്ന ആളുകൾ ധാരാളം ജീവിക്കുന്ന, അതിലേക്കൊക്കെ ഒരുപാട് ആളുകൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണ് നമ്മളുള്ളത്. അവർക്ക് പേടി ഈ റഖീബായ റബ്ബിനെയല്ല, അവർക്ക് ഭയം ഈ ദുനിയാവിലെ സിസ്റ്റംസുകളെയും ഇവിടുത്തെ ശിക്ഷാമുറകളെയുമാണ്. ഇവിടുത്തെ ശിക്ഷാമുറകളെയും ഇവിടുത്തെ നിയമങ്ങളെയും ഭയപ്പെട്ടുകൊണ്ടാണ് അവർ പലതിൽ നിന്നും മാറി നിൽക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വ്യക്തമായി വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയപ്പെടുന്നതും അവൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നതും എന്നെ സദാ നിരീക്ഷിക്കുന്നവനായ ഒരു ശക്തിയുണ്ട്. ആ റഖീബായവൻ നാളെ പരലോകത്ത് വന്ന് എൻ്റെ ഈ കർമ്മങ്ങളെ, ഈ ചെയ്തികളെ വ്യക്തമായ വിചാരണക്കെടുക്കുമെന്നുള്ള ഭയമാണ് വിശ്വാസികൾക്കുള്ളത്.
വിശുദ്ധ ഖുർആനിൽ 2 സ്വർഗമുണ്ട് എന്ന് പറഞ്ഞൊരായത്തുണ്ട്. അതാർക്കാണ്? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. ഖുർആനിലെ സൂറത്തു അർ-റഹ്മാനിലെ ആയത്താണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വരുമല്ലോ എന്ന ദിവസത്തെ ഭയപ്പെടുന്നവന് 2 സ്വർഗങ്ങളുണ്ട് എന്നാണ്. ആ ജന്നത്താൻ എന്ന പ്രയോഗത്തെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്ന ഭാഗത്ത് കാണാം. ഏതാണ് ആ 2 സ്വർഗം? ആ 2 സ്വർഗങ്ങളിൽ ഒന്ന് അവന് ഖബറിൽ സ്വർഗീയ തോപ്പുണ്ട് എന്നാണ്. രണ്ടാമത് പറഞ്ഞ സ്വർഗം ഉയർത്തിയെന്നേൽപ്പിന്റെ നാളിൽ അവനെ കാത്തിരിക്കുന്ന സ്വർഗീയ ലോകം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാർക്കാണെന്നാണ് ആയത്തിൽ പറഞ്ഞത്? അള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന് ഭയപ്പെട്ടവനാണ്. ആ ഒരു ഭയം എന്തിൽ നിന്ന് വന്നതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമയങ്ങളിലും, അതെൻ്റെ ബെഡ്റൂമിലാണെങ്കിലും, ഞാൻ അന്യരാജ്യത്ത് പോയാലും, ഇനി ഞാൻ ഹോട്ടൽ മുറികളിലാണെങ്കിലും, ഒരുപാട് ആളുകൾക്കിടയിലാണെങ്കിലും അള്ളാഹു എന്നെ അറിയുന്നു. എൻ്റെ ചെറുവിരൽ ഒന്ന് അനക്കിയാൽ വരെ എൻ്റെ റബ്ബ് അറിയുന്നു. ആ രൂപത്തിൽ നിരീക്ഷകനായ റബ്ബ് നമ്മുടെ മുകളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ വന്ന പേരാണ് അർ-റഖീബ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതിയായിരുന്നു ഖുത്ബത്തുൽ ഹാജ. ഖുത്ബത്തുൽ ഹാജ എന്ന് പറഞ്ഞാൽ സന്ദർഭത്തിനനുസരിച്ചുള്ള ചില ഖുത്ബകൾ. അതൊരു മുഅക്കദായ പഠിപ്പിക്കപ്പെട്ട സുന്നത്തൊന്നും അല്ലായിരിക്കും. പക്ഷെ സന്ദർഭം അനുസരിച്ച് ചില കാര്യങ്ങൾ എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കാറുണ്ട്. ഏതുപോലെ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ സമീപത്തെത്തിയാൽ ഖബറുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ അവിടെ കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കും. അതെന്തിനാണ്? സാഹചര്യത്തിനനുസരിച്ചുള്ള സംസാരങ്ങൾ നടത്തിയാൽ ജനങ്ങൾക്ക് ഒന്നുകൂടെ കാര്യങ്ങളെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു ഖുത്ബത്തുൽ ഹാജയാണ് നിക്കാഹ് ഖുത്ബകൾ. നിക്കാഹ് ഖുത്ബ പ്രവാചകന്റെ ഒരു മുഅക്കദായ സുന്നത്തൊന്നുമല്ല. എന്നാൽ അവിടെ കൂടിയ ആളുകൾക്ക് സന്ദർഭോചിതം ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നടത്തുന്ന സംസാരങ്ങൾക്കാണ് ഖുത്ബത്തുൽ ഹാജ എന്ന് പറയുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ ഞങ്ങളെ ഒരിക്കൽ ഖുത്ബത്തുൽ ഹാജ പഠിപ്പിച്ചു. സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾ എവിടെ ദീനീപരമായ കാര്യങ്ങൾ പറയുന്നുണ്ടോ ആ സന്ദർഭങ്ങളിൽ അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ തുടങ്ങേണ്ടത് ഇത് പറഞ്ഞുകൊണ്ടാകണം. ഖുത്ബത്തുൽ ഹാജയും അതുപോലെയുള്ള സംസാരങ്ങളും ദീനീപരമായ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ഇത് പറഞ്ഞുകൊണ്ടാകണം. ഏത്? ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം. ഞാൻ സമയത്തിന്റെ കുറവ് മൂലം അത് മുഴുവൻ പറയില്ല, നമുക്കൊക്കെ അറിയാലോ. ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് തുടങ്ങാനാണ്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക, ഹംദ് ചൊല്ലുക അള്ളാഹിൻ്റെ മേൽ, എന്നിട്ട് തുടങ്ങുക. എന്നിട്ട് ഒരിക്കലും അത്തരം സംസാരങ്ങളിൽ വിട്ടുകൂടാൻ പാടില്ലാത്ത 3 ആയത്തുകൾ ഓതി വെക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഒന്നാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ ആയത്ത് ഓതി വെക്കണം. രണ്ടാമത് സൂറത്തു നിസായിലെ ആദ്യത്തെ ആയത്താണ്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ എന്ന് തുടങ്ങുന്ന ആയത്ത്. മൂന്നാമത് ഓതേണ്ട ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ഈ ആയത്തും റസൂലുള്ളാഹി ഓതി വെക്കും. ഇതാണ് റസൂലുള്ളാഹിന്റെ ഖുത്ബകളുടെ സ്റ്റാർട്ടിങ്. ഇതെന്തിനാ പറഞ്ഞത്? നമ്മൾ ഈ ഓതിയ രണ്ടാമത്തെ ആയത്തിൽ, സൂറത്തു നിസായിലെ രണ്ടാമത്തെ ആയത്ത്,
യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ബാക്കി വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. ഇനി എന്താ? അവിടെയാണ് നമ്മളെ വിഷയം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. തീർച്ചയായും നിങ്ങളുടെ മേൽ നിരീക്ഷകനായ റബ്ബുണ്ട്. അപ്പൊ ഖുതുബത്തുൽ ഹാജയിൽ ഹബീബായ പ്രവാചകൻ ഓതി വെച്ച ആയത്തുകളിൽ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മുടെ മേൽ നിരീക്ഷകനാണ് എന്നുള്ള ആയത്ത് പ്രത്യേകം ഓതി വെച്ചിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്താണ് ആയത്തിന്റെ അർത്ഥം? അത് നമുക്ക് പറയണം. അത് പറഞ്ഞാലേ നമുക്ക് ആശയം മനസ്സിലാവുള്ളൂ. എല്ലാ ഖുതുബകളിലും നമ്മൾ കേൾക്കുന്ന ഒരായത്താണ് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ നഫ്സിൽ നിന്ന് അവൻ നിങ്ങളെ സൃഷ്ടിച്ചെടുത്തവനാണ്. അതായത് ആദം നബിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ. വഖലഖ മിൻഹാ സൗജഹാ, അതേ ആദമിൽ നിന്ന് തന്നെയാണ് ആദമിന്റെ ഇണയെയും അല്ലാഹു സൃഷ്ടിച്ചത്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ധാരാളം പെണ്ണുങ്ങളെയും ആണുങ്ങളെയും അല്ലാഹു വ്യാപിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു പറയാണ് വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, യാതൊരുവന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ അല്ലാഹുവിനെയും അതുപോലെ തന്നെ വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ബന്ധങ്ങൾ മുറിച്ചു കളയാൻ പാടില്ല. വിശിഷ്യ ഈ റഹീം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്നൊരർത്ഥമുണ്ട്. ഒരുപക്ഷെ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നവരല്ലെങ്കിലും പല ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ പിറന്നവരാണെങ്കിലും കുടുംബ ബന്ധമുള്ളവരുമായി ഒരിക്കലും ബന്ധം മുറിക്കരുത്. നമ്മുടെ വിഷയമല്ലാതെ മുറിച്ചു കളഞ്ഞാൽ എന്താ പ്രശ്നം? പച്ചക്കറി ഹദീസ് തന്നെ കാണാൻ പറ്റും. ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹ്മിൻ, സ്വർഗത്തിലേക്ക് പ്രവേശനം ഇല്ല. അത് കട്ടായമായ വർത്തനാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമ്മളിൽ ബന്ധങ്ങൾ വിച്ഛേദിച്ചവരുണ്ടെങ്കിൽ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു നിങ്ങളുടെ മേൽ സദാ നിരീക്ഷകരാണ്. ഒരു സെക്കൻഡ് നേരത്തേക്ക് പോയിട്ട് അതിൻ്റെ മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും അവരിൽ നിന്ന് നമ്മൾ വിട്ടുമാറിപ്പോകുന്നില്ല എന്നർത്ഥം. ഈ ആയത്തിന്റെ അവസാന ഭാഗത്തെ മഹാരഥന്മാരായ സലഫുകൾ വിശദീകരിക്കുമ്പോൾ പറയുകയാണ് ഐഹുവ മുറാഖിബുൻ ലിജമീഇ അഹ്വാലിക്കും വഅമാലിക്കും, എല്ലാ സമയങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളെയും വാക്കുകളെയും അള്ളാഹു നിരീക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് പണ്ഡിതന്മാർ അതിനെ ഉപോത്ബലകമായി ഒരായത്ത് ഓതി. സൂറത്തുൽ മുജാദലയുടെ 6-ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഇതേ ആയത്ത് എവിടെയുണ്ട്? സൂറത്തുൽ ബുറൂജിലേക്ക് പോയാൽ അമ്മ ജുസയിലെ ഒരു അധ്യായമാണ് ബുറൂജ്. അവിടെയുണ്ട് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കുല്ലു ഷൈഇൻ, കുല്ലു ഷൈഇൻ എന്ന് പറഞ്ഞെന്താ? എല്ലാ കാര്യങ്ങൾക്കും ആര് സാക്ഷിയാണ്? അള്ളാഹു സാക്ഷിയാകുന്നു. അതാണ്, അങ്ങനെ സാക്ഷിയാണെങ്കിൽ അവൻ നമ്മൾ അത്രത്തോളം നിരീക്ഷിക്കുന്നവനാകണം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ആ നാമം വരാൻ കാരണം. ഇനി സൂറത്ത് അഹ്സാബ് വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ സൂറത്താണ്. ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഈമാൻ കൂടണം. പക്ഷെ ചില ആളുകൾക്ക് ഉറക്കാണ് കൂടുന്നത് തോന്നണോ അല്ലേ? രണ്ട് ആൾക്കാർക്ക് എന്തൊന്നും കൂടുന്നുണ്ട്, അതിൽ ഉറക്കാണ് കൂടുന്നത് തോന്നണേ എനിക്ക്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്ത്? ലൗ കാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ, അല്ലാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും ലൗ കാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ, അല്ലാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും നിരീക്ഷിക്കുന്നവനാണ് എന്നും സൂറത്ത് അഹ്സാബിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട്
ഈ നാമത്തിൻ്റെ ആശയം നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം തിളക്കമുള്ളതായി തീരും. നമ്മളിൽ പലർക്കുള്ളൊരു പ്രശ്നം കാര്യങ്ങൾ, നാലാളെ മുമ്പിൽ നമ്മളെ പല ആളുകളും ഓക്കെയാണ്. ഞാനത് ചില സമയത്തെങ്കിലും ചിന്തിച്ചു പോകാറുണ്ട്. നമ്മളെ പോലെയുള്ള മുവഹിദീങ്ങളെ നോക്കി ഹബീബായ പ്രവാചകൻ പറഞ്ഞതാണോ എന്ന് തോന്നിപ്പോകുന്നൊരു പ്രവാചക വചനുണ്ട്. അതേതാ? നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ കടന്നു വരുന്ന കുറച്ചാളുകൾ, അവർ എങ്ങനെയുള്ളവരാണ്? വിശുദ്ധ ഖുർആൻ പറയാണ്, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയാണ്, ഞാൻ പറഞ്ഞു വന്നത്, ധാരാളം നന്മകളുമായി പരലോകത്ത് വരുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്നാണ്. പക്ഷെ അവരെ നന്മകൾ അള്ളാഹു എന്ത് ചെയ്യും? ആ പ്രയോഗം തന്നെ ഹബാഅം മൻസൂറ, പൊടിപടലങ്ങളായി പറത്തി കളയുന്നതാണ്. അപ്പോ പ്രവാചകനോട് സഹാബികൾ ചോദിക്കുന്ന, നബിയെ ആരാണവർ? പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെപ്പോലെ നിസ്കരിക്കുന്നവരാണ്, നിങ്ങളെപ്പോലെ നോമ്പ് നോൽക്കുന്നവരാണ്. കുറേ നന്മകൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഇത്ര വരെ പറഞ്ഞു, നിങ്ങളെ പോലെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. തഹജ്ജുദൊക്കെ നിസ്കരിക്കണമെങ്കിൽ നല്ല ഈമാൻ വേണം. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ ക്വാളിറ്റി ജീവിതത്തിൽ ഉണ്ടാവും ചെയ്യും. ഇപ്പോൾ സുബഹി ബാങ്കൊക്കെ ഇപ്പം നമുക്കറിയാൻ പറ്റും 4:50 ഒരു 4:30 ഇങ്ങോട്ട് എണീറ്റ് കഴിഞ്ഞാൽ വീട്ടിലൊരു മുസല്ല വിരിച്ച് ചുരുങ്ങിയതൊരു 3 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന നിസ്കാരമാണ് അത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ നിസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറയണ തഹജ്ജുദ് നിസ്കരിക്കണവരാണ്. പക്ഷെ പോലെ നന്മ അള്ളാഹ്ക്ക് വേണ്ട. എന്താ കാരണം എന്നറിയങ്ങൾ? അവർ ഒറ്റക്കായാൽ, ഇതാ ഹലൗ, അവർ ഒറ്റക്കായാൽ തിന്മകൾ ചെയ്യുന്നവരാണ്. നമ്മുടെ നന്മകൾ സ്വീകരിക്കാനുള്ള കുറേ ഷർത്തുകളിൽപ്പെട്ട ഒന്നാണ് ഏകാന്തമായ ജീവിതം പരിശുദ്ധമാവുക എന്നുള്ളത്. ഒരാൾ പരസ്യമായിട്ട് കുറേ നന്മ ചെയ്യുന്ന ആളാണ്, പക്ഷെ അവൻ്റെ ഒറ്റക്കുള്ള ജീവിതം പോക്കാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളോട് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ റഖീബ് എന്നുള്ള നാമം അവർക്ക് ഒരു പുനർവിചിന്തനത്തിന് കാരണമാകണം. ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ഭാര്യ കണ്ടാൽ നമ്മുടെ സ്റ്റാറ്റസിന് പ്രശ്നമാണ്, മക്കൾ കണ്ടാലും പ്രശ്നമാണ്. അങ്ങനത്തെ ഒരു വീഡിയോ കാണുന്നു വിചാരിച്ചു. അപ്പം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ വന്നിട്ട് നമ്മൾ ആ കാണുന്ന വീഡിയോ രംഗം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഷോക്കാവും, എത്രത്തോളം നമ്മളെ വേർക്കും, നമ്മളെ വിരളി പോളും. നാലോചിച്ചു നിങ്ങൾ. അപ്പൊ അള്ളാഹുവിൻ്റെ കേവലം ഒരു സൃഷ്ടികൾ കണ്ടാൽ വരെ നമ്മുടെ സ്റ്റാറ്റസിനും അഭിമാനത്തിനും പ്രശ്നമാകുന്ന ഒരു കാര്യം ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ കണ്ടാൽ ഒരു പ്രശ്നമല്ല എന്ന് നമ്മുടെ മനസ്സിൽ വിധിയെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈമാനൊക്കെ നല്ലോണം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് തോന്നണോ, ഒരു സുഹൃത്ത് അവനെ ലാപ്പിൽ ഏറ്റവും വൾഗറായൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ മറിഞ്ഞു വീണുണ്ട്. അപ്പം അവനെ എടുത്ത് പൊക്കി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത്യാസന്ന നിലയിൽ അവനെ 2 ദിവസം കിടത്തി. അവന് ബോധം തെളിഞ്ഞപ്പോൾ ഒരു നെഞ്ചുവേദന വന്നതാ. അവൻ ബോധം തെളിഞ്ഞ ഒന്നാമത് അവൻ്റെ പെങ്ങളെ വിളിച്ച് ചോദിച്ചത് എൻ്റെ ലാപ്പ് എവിടെയെന്നാണ്. പെങ്ങൾ പറഞ്ഞെന്താ അറിയോ, അത് ഈ വീണപ്പോൾ കൈ തട്ടി താഴെ വീണ അതിൻ്റെ ഡിസ്പ്ലേ പോയി. അപ്പോൾ അവൻ പറഞ്ഞ വാക്കാണ് അൽഹംദുലില്ലാഹ്, ജീവൻ തിരിച്ചു കിട്ടിയിട്ടോന്ന് പറഞ്ഞിട്ടില്ല. എപ്പോഴാ പറഞ്ഞേ? ഞാൻ പറയണ്ടല്ലോ, നമുക്ക് മനസ്സിലായില്ലേ എന്താ ഇവിടെ ഉണ്ടായി? ഇങ്ങനത്തെ പല അനുഭവങ്ങളും നമ്മളിലില്ലേ? പ്രത്യേകിച്ച് മുവഹിദീങ്ങളായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
നമ്മൾ എന്തിനാണ് അസ്ആദയുടെ ക്ലാസ് സംഘടിപ്പിക്കുന്നത്? സമൂലമായൊരു മാറ്റം, ഒരു തസ്കിയത്ത്, എല്ലാ രംഗത്തും ഒരു സംസ്കരണം ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇരിക്കട്ടെ, മക്കം ഫത്തഹിന്റെ ചരിത്രം കേട്ടിട്ടില്ലാത്തവരുണ്ടാകാം. ഇനി കേട്ടിട്ടില്ലെങ്കിലും മക്കം ഫത്തഹ് എന്നുള്ള പേര് കേട്ട ആൾക്കാരാണ് നമ്മളൊക്കെ. ആ മക്കം ഫത്തഹ് എന്ന് പറഞ്ഞാൽ മക്ക ജയിച്ചടക്കിയ ദിവസം. ചരിത്രത്തിൽ നമുക്ക് കാണാം, ഹബീബായ പ്രവാചകനെ ഹീനമായി വധിച്ചു കളയാനുള്ള ഗൂഢമായ ശ്രമം മക്കത്ത് നടന്നിരുന്നതാണ്. കൊല്ലല്ല, ഏറ്റവും ഹീനമായ രൂപത്തിൽ കൊന്നുകളയാൻ ആ നാട്ടിലെ ആളുകൾ ശ്രമിക്കുകയാണ്. ചരിത്രത്തിൽ വായിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അവിടെ, ഫുലാല ഇബ്നു ഉമൈർ അൽ-ലൈസി എന്ന് പറയുന്ന ഒരു ശത്രു. നമുക്ക് ഓർത്തു വെക്കാൻ ഫുലാല എന്ന് പറയാം. അദ്ദേഹം ബനു ലൈസ് ഗോത്രക്കാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉമൈർ അൽ-ലൈസി, ഫുലാല ഇബ്നു ഉമൈർ അൽ-ലൈസി എന്ന് പറയുന്നത്. മക്കം ഫത്ഹായ സമയത്ത് അദ്ദേഹം പുറം രാജ്യങ്ങളിലേക്ക് കച്ചവടത്തിന് പോയതാ. മക്ക വിജയിച്ചടക്കി മുഹമ്മദും കൂട്ടരും എന്ന് കേട്ടപ്പോ ഫുലാല വിറളി പൂണ്ട് മക്കയിലേക്ക് തന്റെ ബിസിനസ് ബിസികളൊക്കെ മാറ്റിവെച്ച് മടങ്ങാണ്. എന്തിനാണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ. അത്രത്തോളം ദേഷ്യം. ചരിത്രം വായിക്കുന്നുണ്ട്, ഫുലാല തന്നെ പറയുന്നുണ്ട്, അന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഏറ്റവും നല്ല മൂർച്ചയുള്ള കഠാരയുമായിട്ടാണ് ഞാൻ ധൃതിപ്പെട്ടു വരുന്നത് മക്കയിലേക്ക്. അദ്ദേഹം പറയുകയാണ്, മുശ്രിക്കുകളുടെ ചിറകുകൾ അരിയപ്പെട്ടുകൊണ്ട് അവർ നമുക്ക് മേൽ മേൽക്കോയ്മ സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട് നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് മുഹമ്മദിനെ വെറുതെ വിട്ടുവിടാന്നാണ് ഫുലൈൽ പറയുന്നത്. ഈ മനുഷ്യൻ വരുമ്പോ എന്താ പ്ലാന്? പ്രവാചകനെ കൊല്ലണം എന്നാണ് പ്രധാന പ്ലാന്. പക്ഷെ അതെങ്ങനെയെന്നറിയോ? നേരിട്ട് ചെന്ന് നടക്കൂല. കാരണം പ്രവാചകന്റെ കൂടെ ധീരന്മാരായ സഹാബികൾ ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം അതിന് മുന്നിൽ വെച്ച പ്ലാൻ, കഅബയുടെ സമീപത്ത് എത്തിക്കഴിഞ്ഞാൽ മതാഫിലേക്ക് പെട്ടെന്ന് കയറുക. മുഹമ്മദ് ഉള്ള സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മതാഫിലേക്ക് കയറിയിട്ട് അവിടെ ഇങ്ങനെ തവാഫ് ചെയ്യുക. ആൾക്കൂട്ടത്തിനിടയിൽ, ഏതാൾക്കൂട്ടം? ഏതെങ്കിലും ആൾക്കൂട്ടല്ല, ഹബീബായ പ്രവാചകനും സഹാബികളും തവാഫ് ചെയ്യുന്ന ആൾക്കൂട്ടം. ആ ആൾക്കൂട്ടത്തിന്റെ പിന്നാലെ ഫുലൈലുമുണ്ട്. എന്തിന്? ഞാൻ നേരത്തെ പറഞ്ഞു എന്തിനാന്ന്, ഞാൻ ആവർത്തിക്കുന്നില്ല. കയ്യിലൊരു കഠാരയുമുണ്ട്. അവസരം ഒത്തുവന്നു കഴിഞ്ഞാൽ ആയുധം പുറത്തെടുത്ത് കാര്യം സാധിക്കുക. ഇതാണ് പ്ലാൻ, ഇതാണ് ഓപ്പറേഷൻ. ആ സമയത്ത് കഅബയുടെ മതാഫിൽ അദ്ദേഹം തവാഫ് തുടങ്ങി. ആ സമയത്ത് പ്രവാചകൻ ഏതാണ്ട് മുന്നിലാണ് തവാഫ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് എത്താൻ ഫുലൈൽ കുറേ ശ്രമിച്ചു. കുറേ ആളുകളെ വകഞ്ഞു മാറ്റി ഒന്നുകൂടി സ്പീഡിൽ നടന്ന് ഏതാണ്ട് പ്രവാചകന്റെ തൊട്ടുബാക്കിൽ ഫുലാല എത്തിപ്പെട്ടു. ഉടനെ തന്നെ പിറകോട്ട് പ്രവാചകൻ തിരിഞ്ഞു നോക്കിയെന്നാണ്. തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, ആരാണിത്? ഇത് നമ്മളെ ഫുലാല ഇബ്നു ഉമൈർ അൽ-ലൈസി ആണല്ലോ, എന്താ വിശേഷം എന്ന് ചോദിച്ചു. ഈ മനുഷ്യന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്, എന്തറിയോ? ഞാൻ ഓനെ കാണട്ടെ, ഓൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണട്ടെ, ഓനെ ഞാൻ കാണിച്ചു, ഓനെ കൊല്ലാനായിട്ട് ഞാൻ ഒരു കത്തിയനെ വാങ്ങി വെച്ചിട്ടുണ്ടെന്നൊക്കെ ചില ആൾക്കാർ പറയും. നമ്മുടെ കേരളത്തിലെ ഇന്നും ജീവിച്ചിരിക്കുന്ന പബ്ലിക് സ്റ്റേജുകളിൽ ഇന്നും അതിശക്തമായി തൗഹീദ് പറയുന്നൊരു പണ്ഡിതൻ. അദ്ദേഹം ഫറോക്ക് പേട്ടയിൽ വർഷങ്ങളോളം ഖത്തീബായിരുന്നു. പരിസരത്ത് ദഅവത്തും കാര്യങ്ങളൊക്കെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ മാറുക, തൗഹീദി പ്രസ്ഥാനത്ത് ഇങ്ങനെ വരികയാണ്. അപ്പം നാട്ടിൽ അറിയപ്പെട്ടൊരു സമസ്തക്കാരൻ, ഒരു ഗുണ്ട അങ്ങനെ പറയാം, ഇയാളെ കൊല്ലാനായിട്ടൊരു കടാര അരയിലും വെച്ച് കിടക്കുകയാണ്. കണ്ട ഞാൻ കൊല്ലും. അപ്പൊ ഇങ്ങനെ കൊല്ലും എന്നുള്ള വാർത്ത നമ്മുടെ ഈ പണ്ഡിതനെ നാട്ടുകാരെ അറിയിച്ചില്ല, നമ്മളെ കമ്മിറ്റിക്കാരെ അറിയിച്ചില്ല. നാട്ടുകാർക്ക് അറിയായിരുന്നു, പക്ഷെ ഈ പണ്ഡിതനെ അറിയില്ല ഇങ്ങനെ കൊല്ലാൻ നടക്കുന്നുണ്ട്.
അപ്പം കമ്മിറ്റിക്കാർക്ക് അറിയാം, ഈ തൗഹീദി പ്രഭാഷകനെ ഈ വിഷയം അറിയിച്ചാൽ അദ്ദേഹം അയാളെ ചെന്ന് കാണുകയും ചെയ്യും, അല്ലെങ്കിൽ അടുത്ത പരിപാടിയിൽ അയാളെക്കുറിച്ച് പറയുകയും ചെയ്യും. അത് ചിലപ്പോൾ പ്രവർത്തകർക്ക് തലവേദനയാവും. അതുകൊണ്ട് മിണ്ടിയില്ല. എങ്ങനെയൊക്കെയോ അള്ളാഹുവിൻ്റെ കുദറത്ത് കൊണ്ട് ഇയാളത് അറിഞ്ഞു. അടുത്ത ദിവസം സുബൈ സ്വല കഴിഞ്ഞിട്ട് നേരെ ഈ കൊല്ലാനിരിക്കുന്ന ആളെ വീട്ടിൽ ചെന്നു. അപ്പോൾ വാതിൽ കോളിംഗ് ബെല്ലിങ്ങനെ മുട്ടി അടിച്ചപ്പോഴേ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അല്ലേ നിങ്ങൾ പറഞ്ഞേ, ഞാൻ ആ വ്യക്തിൻ്റെ പേര് കൂടി പറയാം, ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയാണ്, നിങ്ങൾ ഇന്നെന്താ തല്ലണമെന്നോ കൊല്ലണമെന്നോ എന്തൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്നപ്പോൾ തന്നെ ആയിക്കോട്ടെ. അപ്പം അയാൾ ഷോക്കായി പോയി എന്നാണ്. അതായത് കൊല്ലാതെ നിൽക്കുന്ന ആളെ മുമ്പൊക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ ഷോക്കായി. എന്താ സംഭവം എന്ന് വെച്ചാൽ അയാളെ വീട്ടുകളെ വിളിച്ചിരുത്തി, അതായത് നിങ്ങൾ വന്നല്ലേ വരി ഇരിക്കുക, നമുക്ക് ചായയൊക്കെ കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചേരെ സംസാരിച്ചു. ഇന്ന് അയാൾ നമ്മുടെ സജീവനായ പ്രവർത്തകനാണ്. അത് വേറെ വിഷയം. അപ്പൊ ചില ആളുകൾക്ക് ചില സ്ഥലങ്ങളിൽ ക്ലിക്കാകാൻ ഇങ്ങനത്തെ ചില സംഗതികൾ മതി. ഇങ്ങനെ ഈ ഫുലൈൽ എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് അന്യനാട്ടിൽ നിന്ന് പെട്ടെന്ന് വന്നെന്തിനാ? നബിനെ കൊല്ലാനാണ്. പ്രവാചകന്റെ തൊട്ടടുത്തെത്തിയപ്പോൾ നബിന് തിരിഞ്ഞു. നബി എന്താ ചോദിച്ച്? ഇത് ഫുലാലയാണല്ലോ, ഫുലാല എന്താണ്, എന്താ നിങ്ങളെ വിശേഷം എന്നൊക്കെ ചോദിച്ചു. നിങ്ങളുടെ പേര് ഫുലാല എന്നല്ലേ എന്നാ ചോദിച്ചാൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ അതെ എന്ന് പറഞ്ഞു. അപ്പൊ റസൂല ചോദിച്ചു, മാദാ കുൻത തഹദ്ദുസു ബിഹി നഫ്സക്, എന്താണ് ഇപ്പൊ മനസ്സിലുള്ളത്? ഇപ്പം എന്താ മനസ്സിൽ? നമുക്കറിയാം, ചരിത്രം കേട്ടോണ്ടല്ലോ നമുക്ക് മനസ്സിലായി. അള്ളാഹുവിന്റെ റസൂൽ എന്താ ചോദിച്ചേ? എന്താ ഇപ്പൊ ആത്മകഥം ചെയ്യുന്നത്, എന്താ മനസ്സിലെ എന്ന് ചോദിച്ചു. അതിങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല, സ്നേഹത്തോടെ തന്നെ ചോദിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ ഷൈ കുൻതു അദ്കുറുല്ലാഹ്, ഞാൻ ദിക്റില്ലാണ്, ഒന്നുമില്ല, ഞാനിങ്ങനെ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹാനായ കാരുണ്യത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? അസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് അല്ലാഹുവിൽ പാപമോചനം തേടിക്കൊള്ളുക. കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ അദ്കാറുകളല്ല, വേറെ എന്തോ ഒരു ചിന്തയാണ് നിങ്ങളുടെ പക്കലുള്ളത്. ഉടനെ തന്നെ റസൂലുള്ള അവിടുത്തെ കൈ ഫുലാല പറയാണ്, എൻ്റെ നെഞ്ചിൽ പ്രവാചകൻ കൈ ഇങ്ങനെ അമർത്തി വെച്ചു. ഇതൊക്കെ നടക്കുന്നത് കഅബയുടെ മതാഫിൽ വെച്ച് അമർത്തി വെച്ചു. പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വന്ന ഈ വ്യക്തിയുടെ ദേഷ്യം അദ്ദേഹം പറയാണ്, എങ്ങിട്ട് പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫസക്കന ഖൽബഹു, അദ്ദേഹത്തിന്റെ മനസ്സ് ടോട്ടലി ശാന്തമായി. എന്തോ ഒരു ഗൂഢമായ ശ്രമം മനസ്സിൽ വന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് ശാന്തമായി. എന്നിട്ട് ഫുലാല പറയണ, നബി എൻ്റെ നെഞ്ചിൽ നിന്നും കൈ പിറകോട്ട് വലിച്ചു. കൈ വെച്ച സമയത്താണ് മനസ്സ് ശാന്തമായത്, പിറകോട്ട് വലിച്ചു. ഫുലാല ഇബ്നു ഉമൈർ അൽ-ലൈസി പറയുകയാണ്, വല്ലാഹ് മാ റഫഅ യദഹു അൻ സദ്രി ഹത്താ മാ മിൻ ഖൽഖില്ലാഹി ശൈഉൻ ഉഹിബ്ബു ഇലയ്യ മിൻ. അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിൻ്റെ പടപ്പുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി മുഹമ്മദ് നബിയായി തീർന്ന സന്ദർഭമായിരുന്നു അത്. ആദ്യം എങ്ങനെയായിരുന്നു? ഏറ്റവും വെറുപ്പോടു കൂടിയാണ് ഞാൻ പ്രവാചകനെ കണ്ടിരുന്നത് എന്നാണ്. ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഇദ്ദേഹം ഒരു കോമാളിയായിരുന്നു. കോമാളി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ, ജീവിതം കൊണ്ട് ഇങ്ങനെ പന്താടി കടിക്കണ കുറെ ആൾക്കാരെ കാണാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ ബനു ലൈസ് ഗോത്രത്തിൽ ഇദ്ദേഹം ഒരു കോമാളിയായിരുന്നു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം. സ്ത്രീകളോട് അമിതമായി ശൃംഗരിക്കുക, കൊഞ്ചിക്കുഴയുക, അവരുടെ അടുക്കൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയാൽ അതിന് സമയം കണ്ടെത്തുക, അങ്ങനത്തെ ഒരാളായിരുന്നു ഈ ഫുലാല. അദ്ദേഹം പ്രവാചകനുമായി നടന്ന ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന് ഗോത്രത്തിലേക്ക് പോവാണ്, ബനു ലൈസ് ഗോത്രത്തിലേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോൾ മുമ്പ് അദ്ദേഹം ശൃംഗരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്തിരുന്നൊരു പെണ്ണുണ്ട്. ആ പെണ്ണ് ഫുലാലയെ കണ്ടപാടെ അടുത്ത് വിളിച്ച് നമുക്ക് കുറച്ചേരം സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഫുലാലയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്.
അപ്പൊ ആ സ്ത്രീയോട് അദ്ദേഹം പ്രതികരിച്ചത് ചരിത്രത്തിൽ കാണാം, ഇല്ല, ഒരിക്കലും ഞാൻ ആ പ്രവൃത്തിയിലേക്കില്ല. കാരണം അള്ളാഹുവും അവന്റെ ദൂതനും ഇത്തരം കാര്യങ്ങൾ വിസമ്മതിക്കുന്നു, അതുകൊണ്ട് ഞാനില്ല. മുഹമ്മദും അവന്റെ അനുയായികളും മക്ക വിജയിച്ചടക്കിയപ്പോൾ അവിടെ വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടു. അദ്ദേഹം പറയാണ്, വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടു. ആ വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ട മക്കം ഫതഹിന്റെ സമയത്താണ് അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ വെളിച്ചം എനിക്ക് ബോധ്യപ്പെട്ടത്. മാത്രമല്ല, ശിർക്കിന്റെ മുഖത്തെ ഇരുട്ടുമൂടി പൊതിയുന്നതായാണ് അന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇതും പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് പഴയ ജാഹിലിയ കാലഘട്ടം ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റി അദ്ദേഹം ഒരു നല്ല മനുഷ്യനായി ഒരു സഹാബിയാകുന്ന ഒരവസ്ഥയിലേക്ക് മാറി അദ്ദേഹം പിന്നീട് ജീവിക്കുകയാണ്. ഇത് കേട്ട നിങ്ങൾക്കൊരു പക്ഷേ ഒരു സംശയമുണ്ടാകാം, എങ്ങനെയാണ് ഫുലാല എന്ന് പറയുന്ന ഈ വ്യക്തി പ്രവാചകനെ കൊല്ലാൻ വന്നതാണ് എന്ന് മതാഫിൽ നിന്ന് നേരിട്ട് കണ്ട പ്രവാചകന് മനസ്സിലായത്? പ്രവാചകൻ മനസ്സ് വായിക്കുന്ന വ്യക്തിയായതുകൊണ്ടാണോ? നമ്മുടെ നാട്ടിലൊക്കെ മാലകളിലും മൗലീദുകളിലും പറയുന്നത് പോലെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളുടെ കൽവകം എന്നോ പറഞ്ഞ് മുത്തലക്കായി ഹൃദയം വായിക്കുന്ന വ്യക്തിയാണോ? നിരുപാധികം അല്ല. എന്നാ എന്തുകൊണ്ടാണ് ഖൈബർ യുദ്ധവേളയിൽ ജൂതപ്പെണ്ണ് സൽക്കാരത്തിന് വിളിച്ചപ്പോൾ നബിക്കോളെ ഹൃദയം വായിക്കാൻ പറ്റാതെ പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് 70ഓളം സഹാബികളെ ഖുർആൻ പഠിപ്പിച്ചു തരാൻ വേണ്ടി ഞങ്ങൾക്ക് കൂടെ വിട്ടു തരുമോ എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ആ ചതിയന്മാരുടെ മനസ്സിലാക്കാൻ റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല? എന്നാൽ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വന്ന ഫുലാലയുടെ മനസ്സ് റസൂലുള്ളാഹി വായിച്ചത് എങ്ങനെ? എന്താ മനസ്സിലായി? അള്ളാഹുവിന്റെ പ്രവാചകന് ആ സമയത്ത് വഹി കൊടുത്തു. അള്ളാഹു, പ്രവാചകരെ, നിങ്ങളെ കൊല്ലാനുള്ള ശ്രമവുമായി ഒരാൾ വരുന്നുണ്ട്, പേര് ഇന്ന ആളാണ്, നിങ്ങളെ സമീപത്തെത്തും, നിങ്ങൾ ആ സമയത്ത് ഇന്നത് ചോദിക്കണം എന്നാര് പറഞ്ഞു കൊടുത്തു? ത്രികാലജ്ഞാനിയായ എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അർ-റഖീബായ റബ്ബ് പറഞ്ഞു കൊടുത്തു. റഖീബായ റബ്ബ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലായത് എന്താണ്? അർ-റഖീബ്, സദാ നിരീക്ഷകനായ റബ്ബ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. വിശുദ്ധ ഖുർആനിൽ പ്രവാചകനെ ഈ സംരക്ഷിച്ചതിനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചകന് പ്രത്യേക സംരക്ഷണം അല്ലാഹു കൊടുക്കുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്. പ്രവാചകനെ, താങ്കളിലേക്ക് ഞാൻ ഇറക്കപ്പെട്ട ഈ വിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ ആളുകളെ ക്ഷണിക്കുക, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ബല്ലിഗ് എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കുക എന്നാണ്. വഇല്ലം തഫ്അൽ, നിങ്ങൾ ആ പണി ചെയ്തില്ല എങ്കിൽ ഫമാ ബല്ലഗ്ത റിസാലതഹു, അല്ലാഹുവിന്റെ ദൗത്യം നിങ്ങൾ കൃത്യമായി ഏറ്റെടുത്ത ആളല്ല. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയണത്, ഈ ദൗത്യം നിങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുത്തില്ല എങ്കിൽ, കണ്ടാ, നമുക്കൊക്കെ ബാധകമാണത്. വിശുദ്ധ ഖുർആനിന്റെ ആശയം ഇതെത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താണ് അല്ലാഹു പറഞ്ഞത്? വഅ്മുർ ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണേ, തിന്മ വിരോധിക്കണേ, ഇങ്ങനെ വരെ പറഞ്ഞു. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാകട്ടെ എന്നാണ്, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു സമുദായം. ഈ ആയത്തിന്റെ തഫ്സീറിലാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന പണ്ഡിതന്മാർ ഈ സമൂഹത്തിൽ ഉണ്ടാകണം, ദാഇമാരുണ്ടാകണം. ആ ദാഇമാർക്ക് വേണ്ട സകല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കൽ സമൂഹത്തിന്റെ ബാധ്യതയാണ് എന്നൊക്കെ ശൈഖുൽ ഇസ്ലാം പറയുന്നതായി കാണാം. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു, അത് എത്തിച്ചു കൊടുക്കുന്നതിൽ വിമുഖത കാണിക്കരുത്. ഖുർആന്റെ ഒരു ഭാഗത്ത് പറഞ്ഞു, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. അള്ളാഹുവിന്റെ ഖുർആനെ കൊണ്ട് നിങ്ങൾ യഥാർത്ഥ ജിഹാദ് ചെയ്യണം. ഖുർആനെ കൊണ്ട് ജിഹാദ് ചെയ്യാന്ന് പറഞ്ഞെന്താ?
ഖുർആനെ കൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുക എന്നല്ല, കൊല്ലുക എന്നല്ല, പിന്നെയോ ഈ ഖുർആൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ വിഷയം. അവിടെ അല്ല. ഈ ആയത്തിന്റെ ബാക്കി എന്താ? വല്ലാഹു യഅസിമുക മിനന്നാസ്. ശത്രുക്കളിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, പിന്നെ ഉഹദിൽ നബിന്റെ മുൻപല്ല് പൊട്ടിയതോ? അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണതോ? ഖൈബർ യുദ്ധവേളയിൽ പെണ്ണു കൊടുത്ത വിഷം പുരട്ടിയ മാംസം കഴിച്ചതോ? അപ്പൊ ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണം ഏത് സമയത്ത് ഇവർക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവർ അപകടത്തിൽ പെടില്ല എന്നല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഇവർക്ക് വ്യക്തമായ സഹായം അള്ളാഹു കൊടുത്തിരിക്കും. ആ പ്രവാചകന്മാരെ ടോട്ടലായിട്ടുള്ളത് പറയുന്നുണ്ട്, ഓലെല്ലാവരും ഞാൻ സഹായിക്കും. എന്നാ പ്രവാചകന്മാരെ കൊല്ലപ്പെട്ടിട്ടില്ലേ? അപ്പൊ അതിൻ്റെയൊക്കെ ആ വിശദീകരണവും തഫ്സീറും വേറെയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. നിഷേധികളെ, കാഫറുകളെ ഒരിക്കലും അള്ളാഹു ഹിദായത്തിലേക്ക് എത്തിക്കുകയില്ല എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അഫ്ളാലയുടെ മനസ്സിലെ ദുർമന്ത്രങ്ങളെ, ദുർചിന്തകളെ അറിഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, ലൗ കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ. അള്ളാഹു എല്ലാ കാര്യങ്ങളുടെ മേലും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അതായത് അള്ളാഹുവിന്റെ നിരീക്ഷണത്തിൽ നിന്ന് മറയാൻ നമുക്ക് സാധ്യമല്ല. ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ അബൂ മുഹമ്മദ് അൽ അന്ദുലൂസി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു മഹാനായ സലഫാൻ. അദ്ദേഹത്തിന്റെ മകനോട് അദ്ദേഹം നൽകിയൊരു ഉപദേശമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഓർത്തു വെക്കണം, നല്ലതാണ്. ഞാൻ പറഞ്ഞു വന്നത്, അബു മുഹമ്മദ് അൽ അന്ദുലൂസി റഹിമഹുല്ലാ തന്റെ മകന് നൽകിയൊരു ഉപദേശം, ഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമ, ഒരു കവിതയാണ്. വന്നഫ്സു ദാഇയത്തുൻ ഇല തുഗ്യാൻ ഫസ്തഹീ മിനൻ നളിരിൽ ഇലാഹി വഖുൽ ലഹാ അന്നല്ലദീ ഖലഖൽ ളലാമ യറാനി. ഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമ, ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു രാത്രിയിൽ നീ മാറിയിരുന്നാൽ. അദ്ദേഹം പറയാണ്, ഒരു തെറ്റ് ചെയ്യാൻ തന്റെ മകനോടെ പറഞ്ഞു കൊടുക്കണം. ഒരു തെറ്റ് ചെയ്യാൻ നീ മാറിയിരുന്നാൽ, വന്നഫ്സു ദാഇയത്തുൻ ഇല തുഗ്യാനി, അതിക്രമം ചെയ്യാൻ നിന്റെ മനസ്സ് നിന്നെ മാടി വിളിക്കുകയും ചെയ്താൽ, ആ ഇരുട്ടിൽ നീ മാറിയിരിക്കുന്ന സമയത്ത് ഒരു തിന്മ ചെയ്യാൻ നിന്റെ മനസ്സ് നിന്നെ മാടി വിളിക്കുകയും ചെയ്താൽ, ഫസ്തഹീ മിനൻ നളിരിൽ ഇലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ നോക്കുന്നുണ്ട് എന്നുള്ള ആ വിഷയത്തെ തൊട്ട് നീ ലജ്ജിക്കണമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തെറ്റ് ചെയ്യുന്നത് ദുനിയാവിലെ നമ്മുടെ വേണ്ടപ്പെട്ട കുടുംബക്കാർ കാണുന്നത് നമുക്ക് ലജ്ജയാണെങ്കിൽ, അത് നമ്മുടെ വലിയ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന കാര്യമാണെങ്കിൽ, റഹ്മാനായ റബ്ബ് നമ്മെ കാണുന്നതിൽ നിനക്ക് ലജ്ജയില്ലെങ്കിൽ എവിടെയാണ് ഈമാൻ എന്ന് അദ്ദേഹം തന്റെ മകനോട് ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് മാറുന്നതിനേക്കാൾ അധികം കൂലി അള്ളാഹു എന്നെ കാണുന്നു എന്നുള്ള ആ തിന്മ ചെയ്യുന്ന എൻ്റെ റബ്ബ് കണ്ടാൽ എൻ്റെ റബ്ബ് എന്ത് വിചാരിക്കും എന്ന ലജ്ജയിൽ മാറി നിൽക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്നാണ്. രണ്ടും ഇഷ്ടമാണ്. താരതമ്യേന അള്ളാഹ്ക്ക് ഇഷ്ടം ഏതാണ്? റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ലജ്ജ, എന്നിട്ട് തിന്മയിൽ നിന്ന് മാറുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. ഏതിനേക്കാൾ? റബ്ബെന്നെ കാണുന്നു എന്നുള്ളതിനെ ഭയപ്പെടുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടതാണെന്നാണ്. അപ്പൊ ആ ലജ്ജയെക്കുറിച്ചാണ് ഈ മഹാനായ സലഫ് തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുന്നത്, മോനെ, ഒരു ഇരുട്ടിൽ നീ തെറ്റ് ചെയ്യാൻ വേണ്ടി മാറിയിരുന്നാൽ അള്ളാഹു നിന്നെ കാണുന്നു എന്നുള്ള വിഷയത്തിൽ നീ ലജ്ജിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിന്റെ ഹൃദയത്തോട് എന്നിട്ട് നീ പറഞ്ഞ് മനസ്സിലാക്കണം, ഇരുട്ടിനെ പടച്ചവനായ റബ്ബ് എന്നെ കാണും. ഏത് ഇരുട്ടത്ത് പോയിരുന്നാലും ആ ഇരുട്ടിനെ പടച്ചോൻ ആ ഇരുട്ടിനെ മാറ്റി എന്നെ കാണാൻ കഴിവുള്ളവനാണ് എന്ന മകനോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെന്തിനാ പറഞ്ഞു കൊടുത്ത്? അല്ലാഹു റഖീബാൻ, അവൻ സദാസമയം നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരിക്കൽ സാഹിത്യകാരനായ സഅലബുൽ അദീബ് ഇമാം അഹ്മദ് എന്ന് പറയുന്ന
അയിമ്മത്തുൽ അർബഈൽ ശ്രദ്ധേയനായ മഹാനവരുടെ അരികിലേക്ക് വരികയാണ്. ഇമാം അഹ്മദൊക്കെ അബ്ബാസി ഭരണകാലഘട്ടത്തിൽ ജീവിച്ച മഹാനായ മനുഷ്യനാണ്. ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ചർച്ചയായിരുന്നു വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അത് അള്ളാഹുവിൻ്റെ കലാമാണോ എന്നുള്ള ചർച്ച. മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ അന്ന് മഅ്മൂൻ നാട്ടുകാരുടെ കൂടെ നിന്നു കൊടുത്തു. പണ്ഡിതന്മാർ അദ്ദേഹം അവഗണിച്ചു. അദ്ദേഹം പറഞ്ഞെന്താ, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നാണ് മഅ്മൂനും കൂടെയുള്ളവരും പറഞ്ഞത്. നാടൊക്കെ ആ വാദത്തിലാണ്. എന്നാൽ ആ പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്ത വാദത്തിനെതിരെ പ്രതികരിച്ച അതിന് മുൻപിൽ നിന്ന പണ്ഡിതനായിരുന്നു ഇമാം അഹ്മദ് റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അതൊന്ന് സമ്മതിച്ചു കൊടുത്തൂടെ? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ പേരിൽ. നമ്മളെ ചില ആൾക്കാർ പറയും, എന്തിനാണ് ഇങ്ങനെ കടുംപിടുത്തം പിടിക്കണ ആ വിഷയത്തിൽ? നമ്മളും ചിന്തിക്കും, എന്തിനാണ് ഇമാം അഹ്മദ് ചാട്ടവാറടി മേടിച്ചത്? സുറമൻ റആ എന്ന് പറയുന്ന ദ്വീപിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി ജയിലടച്ചതൊക്കെ ഇതിൻ്റെ പേരിലായിരുന്നു. അവിടുന്ന് ആ ഭരണാധികാരി മരണപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നു, ജയിലിൽ കൊണ്ടുപോയിടുന്നു. ദിവസവും അദ്ദേഹത്തിന് 70ഓളം ചാട്ടവാർ അടി കിട്ടുന്നു. ഓരോ അടി കിട്ടുമ്പോഴും അവസാനത്തെ അടിയിൽ ബോധം കെട്ട് വീഴുന്നു. പക്ഷെ ആ ബോധം കെട്ട് വീഴുമ്പോഴും അദ്ദേഹം തഹജ്ജുദ് നിസ്കാരം മുടക്കിയില്ലെന്നാണ്. ആ അടിയിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള പല അവയവങ്ങളും ചതഞ്ഞു പോയിരുന്നു എന്നാണ്. എന്ത് പറഞ്ഞതിൻ്റെ പേരിൽ? ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അദ്ദേഹം അറിവിന് വേണ്ടി യാത്ര തിരിച്ച കിലോമീറ്ററുകളുടെ എണ്ണമൊക്കെ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. 6 ലക്ഷം ഹദീസ് കാണാതെ അറിയുന്നതാണ്. 6 ലക്ഷം ഹദീസ്. നമുക്ക് ഒരു ഹദീസ് അവകാശവാദം ഉന്നയിക്കാൻ പറ്റുമോ? ഞാൻ സ്നേഹത്തോടു കൂടി ചോദിക്കാം. ഞാൻ ഹദീസ് അറിഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രവാചകനിലേക്ക് മുട്ടുന്നൊരു സനത് പറയാൻ നമുക്ക് കഴിയുമോ? നമ്മൾ കുറെ ബാക്കിലല്ലേ. ആ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുന്നിടത്ത് നമ്മൾ വായിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ സഅലബുൽ അദീബ് എന്ന് പറയുന്നൊരു സാഹിത്യകാരൻ വരികയാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ സഅലബുൽ അദീബ് പറഞ്ഞു, ഞാനൊരു സാഹിത്യകാരനാണ്, കവിതകളൊക്കെ എഴുതുന്ന ആളാ എന്ന് പറഞ്ഞു. അപ്പൊ ഇമാം അഹ്മദ് ചോദിച്ചു, എങ്കിൽ നിങ്ങൾ 1-2 കവിത ഒന്ന് ചൊല്ലിത്തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇമാം അഹ്മദിന്റെ മുമ്പിൽ അദ്ദേഹം ചൊല്ലി, ഇദാ മാ ഖലൗത അദ്ദഹറ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു വലാ തഹ്സബന്ന അല്ലാഹ യഗ്ഫലു സാഅതൻ വലാ അന്നമാ യഖ്ഫാ അലൈക യഗീബു ലഹൗനാ ബിഉംറിൻ ത്വല ഹത്താ തറാദഫത് ദുനൂബുൻ അലാ ആസാരിഹിന്ന ദുനൂബു. ഇതാണ് അദ്ദേഹം ഇമാം അഹ്മദിന്റെ മുന്നിൽ ചൊല്ലിയത്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇമാം അഹ്മദിന്റെ മുന്നിൽ ആ സാഹിത്യകാരൻ ചൊല്ലിയ വരികൾ, ഇദാ മാ ഖലൗത അദ്ദഹറ യൗമൻ ഫലാ തഖുൽ, ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നീ ഒറ്റക്കായാൽ, ഇദാ ഖലൗത, അങ്ങനെ ഒറ്റക്കായാൽ ഒരിക്കലും ഫലാ തഖുൽ, നീ പറഞ്ഞു പോകരുത്. എന്ത്? ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു, ഞാൻ ഒറ്റക്കാണിവിടെ, എന്നെ ആരും കാണുന്നില്ല എന്നൊരിക്കലും നീ പറഞ്ഞു പോകരുത്. നീ മനസ്സിലാക്കണം, അലൈക റഖീബു, നിന്റെ മേലൊരു നിരീക്ഷകനുണ്ട് എന്ന് നീ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താണ്. വലാ തഹ്സബന്ന അല്ലാഹ യഗ്ഫലു സഅതൻ വലാ, അള്ളാഹുവിനെ കുറിച്ച് നീ വിചാരിക്കരുത് അവൻ കുറച്ച് സമയത്തേക്കെങ്കിലും നിന്റെ വിഷയത്തിൽ അശ്രദ്ധനാണ് എന്ന്. അന്നമാ യഖ്ഫാ അലൈക യഗീബു, അള്ളാഹുവിനെ തൊട്ട് ഒളിപ്പിച്ചു വെക്കുന്നത് ഒരിക്കലും അള്ളാഹ് പുറത്തു കൊണ്ടുവരാതിരിക്കില്ല. അള്ളാഹുവിനത് മറയാണ് എന്ന് നീ വിചാരിക്കണ്ട. നമുക്ക് മറയിരിക്കും, പക്ഷെ അള്ളാഹ്ക്ക് മറയല്ല. ചരിത്രത്തിന്റെ ബാക്കി നമ്മൾ വായിക്കുന്നിടത്ത് കാണാം, ഇമാം അഹ്മദ് ഇത് കേട്ടുകൊണ്ടിരിക്കെ ഉടനെ തന്നെ അദ്ദേഹം റൂമിലേക്ക് കയറി വാതിലടച്ചു എന്നാണ്. റൂമിലേക്ക് കയറി കതകടച്ചുകൊണ്ടിരുന്നു. കതക് തുറന്നുകൊണ്ട് സഅലബുൽ അദീബ്
ഇമാം അഹ്മദിനെ ഫോളോ ചെയ്തപ്പോൾ ഇമാം അഹ്മദ് പറയുകയാണ്, ഇമാം അഹ്മദിന്റെ ആ ഇരുത്തം കണ്ടുകൊണ്ട് സഅലബുൽ അദീബ് പറയാണ്, പിന്നീട് ഞാൻ ആ റൂമിൽ മുഴങ്ങിക്കേട്ടത് ഇമാം അഹ്മദിന്റെ തേങ്ങിക്കരച്ചിലായിരുന്നു എന്നാണ്. എന്താ ഇതിൽ കാര്യമുള്ളത്? നമുക്കൊന്നും ഉണ്ടാവില്ല. ഇമാം അഹ്മദിന്റെ മുന്നിൽ റഖീബായി റബ്ബ് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി, ഇമാം അഹ്മദിന്റെ ഒക്കെ തഖ്വത്തവരേക്ക് അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോയിട്ടില്ലേ? ജയിലിൽ കൊണ്ടുപോയ സമയത്ത് വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകാൻ പറ്റൂല, കാരണം ജയിലില്ല. പക്ഷെ അദ്ദേഹം വെള്ളിയാഴ്ച ജുമാന്റെ കുളിക്കും, വെള്ളിയാഴ്ച ജുമാക്കുള്ള ഡ്രസ് ഇടും. എന്നിട്ട് അദ്ദേഹത്തിന് എത്ര നടന്നു പോകാൻ പറ്റുക അത്ര നടക്കും. ആ നടത്തം അവസാനിക്കുന്നത് ജയിലിന്റെ മെയിൻ വാതിലിലാണ്. അവിടുന്ന് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ജുമാക്ക് പോവുകയാണ്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ജുമാക്ക് പോകും? നിങ്ങളിവിടെ ലോക്കല്ലേ? അദ്ദേഹം പറഞ്ഞു, എനിക്കിതുവരെ ജുമാക്ക് പോകാൻ പറ്റും, ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്നെ വിടാത്തതിൻ്റെ കാരണക്കാരൻ ഞാനല്ല. എന്നിട്ട് അദ്ദേഹം ഒരു ആയത്തോതി, ഇത്തഖുല്ലാഹ് മസ്തതഅ്തും. പ്രവാചക വചനം പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവെ കഴിവിൻ്റെ പരമാവധി സൂക്ഷിക്കുക. അങ്ങനെ അള്ളാഹിനെ സൂക്ഷിച്ച ആളാണ് ഇമാം അഹ്മദ്. അദ്ദേഹമാണ് പറയുന്നത്, അദ്ദേഹമാണ് കരഞ്ഞത്. എന്തിൻ്റെ പേരിൽ? ഒറ്റക്കൊരിടത്തിരുന്നാൽ നിന്റെ മനസ്സൊരിക്കലും നിന്നോട് പറയുന്നത് എന്നെപ്പാരും കാണുന്നില്ല, അള്ളാഹ് കാണുന്നുണ്ട് എന്ന്. നമ്മളൊക്കെ എത്ര കരയണം? ജീവിതത്തിൽ തെറ്റുകളിൽ നിന്ന് നമ്മളെക്കാളും മാറിയുന്ന ആളാണ് എന്തായാലും ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്. അദ്ദേഹം ഇത് കേട്ട് കരഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ നല്ലോണം ആലോചിക്കണം, നല്ലോണം ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്. കാരണം അള്ളാഹുവിൻ്റെ ആ നാമത്തെ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധയില്ലാതെ പോയാൽ പണ്ഡിതന്മാർ പറയാണ്, സംഭവിക്കാനിരിക്കണം എന്തറിയോ? നമ്മുടെ ധാർമ്മിക ജീവിതത്തിൻ്റെ മർമ്മത്തെ വരെ അടിവേര് മുറിച്ച് കളയും അത്രേ സ്വകാര്യതകളിൽ തിന്മ ചെയ്യുന്ന ആളുകൾക്ക്. അവർക്ക് അള്ളാഹിനെ പേടി ഉണ്ടാവില്ല. ഒരിക്കലേ എന്നോടൊരാൾ ചോദിച്ചു, ഉസ്താദേ, ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയത് ഒരു സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിൽ. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചോദിക്കണേ, പിന്നെ നിസ്കരിക്കാൻ വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ മനസ്സോരടുത്ത് നിൽക്കണില്ലാന്നോ? ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുക. നിസ്കാരത്തിലേക്ക് ഏകാഗ്രത കിട്ടുന്നില്ല. ഇതിന്റെ ഇസ്ലാമികമായ വല്ല പരിഹാരം ഉണ്ടോ എന്നാ ചോദ്യം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്. എന്താ പറഞ്ഞു കൊടുത്തറിയോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഹറാമുകൾ ഉണ്ട് എങ്കിൽ നിസ്കാരത്തിൽ ഏകാഗ്രത കിട്ടൂല എന്നാണ്. ഹറാമുകൾ ഉണ്ടെങ്കിൽ ഏകാഗ്രത കിട്ടില്ല. ഒരു യുദ്ധയാത്രയിൽ രാത്രി സഹാബികളെ കാവൽ നിർത്തിയപ്പോ രണ്ടുപേർ ഉറങ്ങാതെ മറ്റുള്ളവർക്ക് വേണ്ടി കാവൽ നിൽക്കുമ്പോൾ അതിലൊരാൾ പറഞ്ഞു, നിങ്ങൾ കുറച്ചേരം ഉറങ്ങിക്കോ, ഞാനിവിടെ ഉണർന്നിരുന്നോളാം, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കും, അപ്പം ഞങ്ങളെ വിളിക്കാം. അപ്പോൾ ഫസ്റ്റ് ഘട്ടത്തിൽ ഉണർന്നിരിക്കണ സഹാബി ഉണ്ടല്ലോ, ആ ഉണർന്നിരിക്കുന്ന സമയം അദ്ദേഹം രാത്രി നിസ്കാരത്തിലാണ്. ഇപ്പുറത്തുള്ള ശത്രു ഭാഗത്ത് നിന്ന് ഈ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സഹാബിയുടെ നേരെ ഒരു അമ്പ് വിട്ടു എന്ന് കാണാം. ഈ അമ്പ് അദ്ദേഹത്തിന്റെ മുതുകിൽ തറച്ചു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാം. അമ്പ് വന്ന് തറക്കുന്ന ശബ്ദം, അത് വിടുന്ന ശബ്ദം കേട്ട് ഉറങ്ങിയ സഹാബി എണീറ്റു. നിസ്കരിക്കുന്ന സഹാബിയുടെ മുതുകിൽ അത് തറക്കുന്നത് കണ്ടു എന്നാ. അദ്ദേഹം നിസ്കാരം അവസാനിപ്പിച്ചില്ല. ശത്രുക്കൾ അദ്ദേഹം അനങ്ങാതെ നിൽക്കണ കണ്ടപ്പോൾ രണ്ടാമത്തെ അമ്പ് വിട്ടുന്നാ, അനങ്ങിയില്ല. മൂന്നാമത്തെ അമ്പ് വിട്ടുന്നാ, അനങ്ങിയില്ല. നിസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടി ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തിക്കണ സഹാബി ചോദിച്ചു, എന്തേ നിങ്ങൾ അനങ്ങാതിരുന്നത്? അദ്ദേഹം പറഞ്ഞ വാക്ക് ചരിത്രത്തിൽ കാണാം, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മുറിച്ചു കളയുന്നത് എനിക്ക് ഇഷ്ടമായില്ല, ഞാനത് ആസ്വദിക്കുകയായിരുന്നു എന്നാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മമായ ആ ഒരു ശ്രദ്ധയും റബ്ബിനോടുള്ള ആ മുനാജാത്തിലുള്ള ആ ഒരു ശ്രദ്ധയും കിട്ടാൻ കാരണം പോലെ ജീവിതത്തിലുള്ള വറ എന്ന് പറഞ്ഞാൽ ഹറാമുകളിൽ നിന്ന് മാറി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് പറയുന്ന പേരാണ്. നമ്മളിൽ പലർക്കും കുറെ ഹറാമുകളാൽ കൂട്ടത്തിൽ കുറെ ഹലാലുകളുമാണ്. എങ്ങനെ റബ്ബ് നമ്മളെ സ്വീകരിക്കുക? നിങ്ങൾ പറയൂ. നമ്മൾ ആശ്വസിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ഞാൻ കുറെ നന്മകൾ ചെയ്യുന്നില്ലേ, ഞാൻ പല നന്മകളിലും മുന്നിലില്ലേ, അതുകൊണ്ട് എനിക്കിത് തടസ്സമാകില്ല എന്ന് പറയുന്നവരാ നമ്മളിൽ പലരും. സാധിക്കൂല കൂട്ടരെ.
എന്തിനാ ഖുർആനിൽ ഇങ്ങനെ ആയത്തുള്ള ചേർത്തത്? യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടാ പറഞ്ഞത്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായിട്ട് മുസ്ലിമാകിൻ. വിശ്വാസികളെ പൂർണ്ണമായ മുസ്ലിമാകും. മുസ്ലിമീങ്ങളെ പൂർണ്ണമായ വിശ്വാസിയാവുന്നല്ല, വിശ്വാസികളെ പൂർണ്ണമായ മുസ്ലിമാകും. അല്ലാതെ സ്വർഗത്ത് കിടക്കാൻ പറ്റുമോ? അപ്പൊ അതാണ് ഹറാമുകൾ ജീവിതത്തിലുള്ള ആൾക്കാർക്ക് നിസ്കാരത്തിൽ ഏകാഗ്രത. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോളി, തക്ബീറത്തിൽ ഇറാൻ കെട്ടിയിട്ട് ചിന്ത നിസ്കാരത്തിലല്ലേ? നമ്മളെ ജീവിതത്തിൽ എവിടൊക്കെയോ ചില ചീഞ്ഞു നാറുന്ന രംഗങ്ങളുണ്ട്. ഇതിപ്പോ പറയാതിരുന്നോണ്ട് ഒരു കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ വചനം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്താലും യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റിയേക്കും, പക്ഷേ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. സൂറത്ത് നിസായിലെ 108-ാമത്തെ വചനാണ്. നമ്മൾ കാണാതെ പഠിക്കണം. എപ്പോഴും നമ്മളെ മനസ്സിലിങ്ങനെ തകട്ടി വരണം. അള്ളാഹുവിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ പറ്റൂല. അള്ളാഹുവിങ്കിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ പറ്റൂല. അവിടെയാണ് ഒരു കവി വീണ്ടും പറഞ്ഞത്, വല്ലാഹി ലൗ അലിമു ഖബീഹ സരീറതി, ഞാൻ എൻ്റെ കട്ടിലിൻ്റെ മുകളിൽ ചെയ്യുന്ന പല അധാർമികതകളും എൻ്റെ സമൂഹം അറിഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങൾ എന്നെ കാണുമ്പോൾ സലാം പോലും പറയാൻ മടിക്കും. നമ്മളെ യഥാർത്ഥ രൂപം സമൂഹം അറിഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ സലാം പോലും പറയാൻ മടിക്കും. സമൂഹ മധ്യത്തിൽ എല്ലാവരും വലിയ മുത്തക്കകളാ. എന്നാലേ പല ജീവിതത്തിന്റെ ഉള്ളിലേക്ക് ഉറച്ചടിച്ച് ചെന്നാല് 5 പൈസ പറ്റില്ല. അങ്ങനത്തെ പ്രകടനപരതയും വാചാടോപങ്ങളുമല്ല നമുക്ക് വേണ്ടത്. പിന്നെയോ, എങ്ങനെയാണോ രഹസ്യത്തിൽ നമ്മളുള്ളത് അതുപോലെ സ്വകാര്യതകളും ഉണ്ടാകണം. പരസ്യത്തിൽ നമ്മളുള്ളത് അതുപോലെ നമ്മുടെ രഹസ്യം ഉണ്ടാകണം. അതാണ് ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. ഞാൻ നിർത്തുമ്പോൾ സൗബാനെ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആരാ സൗബാൻ? പ്രവാചകന്റെ മുന്നിലിരുന്ന് കരഞ്ഞ സഹാബിയാണ്. എന്തിനാ കരഞ്ഞത്? ആ കരച്ചിലും ആ ബോഡി ലാംഗ്വേജും ആ മുഖഭാവവും കണ്ടിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, എന്തു പറ്റി സൗബാൻ? സങ്കടത്തിലാണല്ലോ. പ്രവാചകൻ എങ്ങനെയാ സഹാബികളെ മുഖം വാടിയാ ചോദിക്കും, എന്താ പറ്റിയേ? ആ സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ വലിയ എന്തെങ്കിലും സങ്കടം ഉണ്ടാവും. പക്ഷെ ആ ചോദ്യം ചോദിക്കലിലൂടെ, ഒന്ന് ചേർത്ത് പിടിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ സങ്കടം പകുതി കുറയും. പരിഗണന എന്നതിന് പറയാം. നമ്മൾക്കിന്ന് ഇല്ലാതെ പോയത് പലർക്കും അതാണ്, പരിഗണനല്ല. എന്നാൽ നമ്മളാരാ? വലിയ മുവഹിദീങ്ങളാണ്. നമ്മളാരാ? വലിയ പ്രബോധകരാണ്. ഒരാള് എന്തെങ്കിലുമൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. എന്നാലോ ദൈവത്തിന് മുമ്പിലും ഉണ്ടാവും. എന്താ കാര്യം? അവിടെയാണ് സൗബാൻ സങ്കടപ്പെട്ടിരുന്നപ്പോ പ്രവാചകന്റെ ചോദ്യം, എന്തു പറ്റി? സുബർലാൻ പറയും, നബിയെ ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ മരണത്തെ കുറിച്ചാണ്. പരലോകത്ത് നിങ്ങളൊക്കെ വലിയ ദർജയിലായിരിക്കും. നിങ്ങൾ അവിടുന്ന് കാണാൻ പറ്റില്ലല്ലോ. ഇവിടുന്ന് എനിക്ക് കാണാൻ തോന്നിയാലേ എൻ്റെ വീട്ടിൽ നിന്ന് തോന്നിയ അപ്പം എനിക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ കാണാം. പക്ഷെ അവിടുന്ന് അത് പറ്റൂലല്ലോ എന്ന്. ഇപ്പം ചരിത്രത്തിൽ കാണാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിരുന്നപ്പോൾ ഒരായത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഏതാണ് ആയത്ത്? വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. സൂറത്ത് നിസായിലെ ആയത്ത്. അല്ലാഹു റസൂലിനെ ആരനുസരിക്കുന്നുവോ 4 വിഭാഗത്തിന്റെ കൂടെയാണ് ഒരു സ്വർഗത്തിൽ നിന്നാണ്. മഹാന്മാരായ ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അമ്പിയാക്കന്മാർ, പിന്നാരാ? സിദ്ദീഖീങ്ങൾ. അല്ലേ? എത്ര നല്ല കൂട്ടർ. ആ സൗബാൻ അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, എൻ്റെ സമൂഹത്തിൽ ചില ആളുകളെ എനിക്ക് കാണാം, തിഹാമ മല പോലെയുള്ള നന്മകളുമായി അവർ. നേരത്തെ പറഞ്ഞു, ഒരു നന്മകളെ അള്ളാഹു പൊടിപടലങ്ങളാക്കി വലിച്ചെറിയും. എന്താ കാരണം? അവർ അവരുടെ ഒറ്റയായ ജീവിതങ്ങളിൽ ഹറാമുകൾ ചെയ്തവരാണ്. അതുകൊണ്ട് അങ്ങനെ തിന്മയിൽ, ഇപ്പൊ ഞാന് ഒരു സഹോദരൻ, ഒരു വിവാഹം കഴിയുന്നതിന് മുമ്പുള്ളൊരു സുഹൃത്ത്, അദ്ദേഹം പെട്ടെന്ന് നമ്മുടെ ദേവാരംഗത്ത് നിൽക്കണ അപ്രത്യക്ഷമായി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞെന്താ അറിയോ?
എനിക്ക് ദഅവത്ത് ചെയ്യണമെന്നും ഇറങ്ങിത്തിരിക്കണമൊക്കെ നല്ല പൂതിയുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വകാര്യതകളിൽ ഞാൻ അങ്ങേയറ്റം മോശപ്പെട്ട, പ്രത്യേകിച്ച് പോൺ സൈറ്റുകളിലൊക്കെ ഹറാമുകൾ കാണുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടാണ് ഞാൻ ചെയ്യണത്. അതുകൊണ്ട് ഞാൻ ഈ ദഅവത്തിനില്ല എന്നാണ്. അപ്പം അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കെ പറഞ്ഞത്, എന്തെങ്കിലും പരിഹാര മാർഗം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ, അല്ലേ, വിവാഹം കഴിയാത്ത ഒരാളെ ഇത്തരത്തിലൊരു തിന്മയിൽപ്പെട്ട എന്താ പരിഹാരം നമ്മൾ പറഞ്ഞു കൊടുക്കുക? വിവാഹം കഴിക്കാൻ പറയും. അൽഹംദുലില്ലാഹ് വിവാഹിതനായി. പക്ഷെ അവൻ്റെ വിവാഹ ജീവിതം 4-5 കൊല്ലത്തിൻ്റെ അപ്പുറത്തേക്ക് നീണ്ടുപോയില്ല, തകർന്നു പോയി, അറ്റുപോയി. എന്തേ കാരണം? അവൻ ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സഹോദരങ്ങളെ, ഇങ്ങനെ എത്ര മനുഷ്യന്മാരെന്നറിയോ? സമാധാനം നഷ്ടപ്പെട്ട്, കുടുംബം വരെ നഷ്ടപ്പെട്ട്, സമൂഹത്തിൽ ഇങ്ങനെ ഒരു പാഴ്ജന്മമായി നടക്കുന്ന കുറേ ആളുകളുണ്ട്. എന്താ കാരണം എന്നറിയങ്ങൾ? ആ റഖീബായ റബ്ബിനെ ചിന്തിച്ചു പോകുന്നില്ല. അതിലുള്ള തൗഫീഖ് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് അവർക്കൊക്കെ പറ്റിയ തെറ്റ്, അല്ലേ? ഞാൻ ഒറ്റ കാര്യം കൂടി ഈ വിഷയത്തിൽ ചേർക്കുകയാണ്. ഒരിക്കൽ ഉമറുള്ളാഹിന്റെ ഭരണകാലത്ത് കേട്ടതായിരിക്കും ഒരു പാൽക്കാരിയായ പെണ്ണിന്റെ കഥ. ആ പാൽക്കാരിയായ പെണ്ണ് പാലിൽ വെള്ളം ചേർക്കാൻ തൻ്റെ മകളോട് പറഞ്ഞപ്പോൾ, വേഷപ്രച്ഛന്നനായി നടക്കുന്ന രാത്രിയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂരക്കുള്ളിൽ നിന്ന്, കുറേ വീടുകളുണ്ട്, ഈന്തപ്പന പോലെ കൊണ്ടുണ്ടാക്കിയ വീടുകൾ, ഇരുൾമുട്ടിയ രാത്രിയാണ്. ഉമറുള്ളാഹിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ കൂട്ടത്തിൽപ്പെട്ടൊരു അനുഭവമാണത്. ഒരു പാൽക്കാരിയായ പെണ്ണ് തൻ്റെ മകളോട് പറയാണ്, അല്ലേ, ഉമർ നമ്മെ കാണുന്നില്ല എന്നാണ്, അതുകൊണ്ട് നമുക്ക് നാളെ കൊടുക്കാനുള്ള പാലിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും. സമയത്ത് മകള് പറഞ്ഞ വാക്കുണ്ട്, ഫറബ്ബു ഉമറു യറാന. ഉമ്മ, ഉമറിന്റെ റബ്ബ് നമ്മളെ കാണൂലേ? ആ മോളെ ചോദ്യം. ഉമർ കാണുന്നില്ലായിരിക്കാം, ഉമറിന്റെ പ്രജകൾ കാണുന്നില്ലായിരിക്കാം, പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റബ്ബ് നമ്മളെ കാണുന്നില്ലേ എന്നാണ്. ചരിത്രത്തിൽ കാണാം, ഫജ്റിന്റെ തൊട്ട് മുമ്പുള്ള സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഫജ്ർ സ്വലക്ക്, ഫജ്ർ ബാങ്കിന്റെ തൊട്ട് മുമ്പുള്ള ആ രാത്രിയുടെ ഏറ്റവും അവസാന സമയം. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഈ സമയത്ത് ഈ പരിസരങ്ങളിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അത്ര പെണ്ണ് പറഞ്ഞത്. കാരണം ഉമർ തഹജ്ജുദ് നിസ്കാരത്തിലായിരിക്കും. ആ ചരിത്രത്തിന്റെ ആ സൂക്ഷ്മമായ വശങ്ങളൊന്ന് വായിച്ചു നോക്കി. ഉമർ റളിയല്ലാഹു അൻഹു ഈ സമയത്ത് എന്തായാലും ഇവിടെ ഉണ്ടാവില്ല എന്ന് ആർക്കും ഉറപ്പുണ്ട്? ആ പറഞ്ഞ സ്ത്രീക്ക് ഉറപ്പുണ്ട്. ഈ പെണ്ണിനെ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞ ഉമ്മ, അതുകൊണ്ടാ പറഞ്ഞേ. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ആ ചർച്ച പുറത്തുനിന്ന് കേട്ടു വന്ന ദിവസം, ഇത് കേട്ട ഉടനെ ചരിത്രത്തിൽ കാണാം, ആ വീട് മാറാതിരിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിൽ നിന്നുള്ള ഒരുതരം ഇദ്ഹർ എന്ന് പറയുന്നൊരു പുല്ലുണ്ട്, ആ പുല്ല് കൂട്ടത്തോടെ മണലടക്കം പറിച്ചെടുത്ത് അദ്ദേഹം ആ കൂരയുടെ മുകളിൽ ഒരു അടയാളമായി വെക്കുകയാണ്. രാവിലെ വന്ന് നോക്കാൻ, വീട് മാറാതിരിക്കാൻ. എന്തിനായിരുന്നു എന്ന് ചരിത്രം വായിക്കുന്നിടത്ത് കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ഒരു ആസിം എന്ന് പറയുന്നൊരു മകനുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ആസിം എന്ന് പറയുന്നൊരു മകനുണ്ട്. ആ മകന്റെ അടുക്കൽ ചെന്ന് ധീരനായ ഖലീഫ ചോദിക്കുകയാണ്, അള്ളാഹിനെ പേടിക്കുന്ന ഒരു പെണ്ണുണ്ട്, കല്യാണം കഴിക്കാൻ പറ്റുമോ? നമ്മളെന്തോ ചോദിക്കല്? വലിയ തറവാട്ടിലൊരു പെണ്ണുണ്ട്, വലിയ മുതലാളിച്ചിയാ, നോക്കണോ? ദീനൊന്നുമില്ല, കുറച്ചുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്, അല്ലേ? അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ടീമുകളാണ് നമ്മളിൽ പല ആൾക്കാരും. അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇതിന്റെ പേര് നിങ്ങളെ തച്ചാലും കുഴപ്പമില്ല തന്നെ. അങ്ങനെയാണ് സത്യം. ഉമറുള്ളാൻ എന്താ പറഞ്ഞ്? താമസം കൂരയില, ജീവിതോപാധി പാൽ കച്ചവട. രാജാവിന്റെ സ്പെയിൻ മുതൽ മംഗോളിയ വരെയുള്ള മക്കയും മദീനയും മടക്കി വാഴുന്ന ധീരനായ ഉമറിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് പാൽക്കാരി പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വരുന്നത്. ആസിം ചോദിക്കുകയാണ്, പറ്റുമോ? ആസിം അവളെ സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു. ചരിത്രത്തിൽ കാണാം, ആ താവഴിയിലാണ് ഉമർ ബിൻ അബ്ദുൽ അസീസുമാരൊക്കെ ഉണ്ടായത്. ആരാ ഉമർ ബിൻ അബ്ദുൽ അസീസ്? ഉണ്ടോ സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി 4 ഇണ കയ്യിൽ എന്ന് പറയുന്ന പാട്ട് റഹീം സാഹിബ് കുറ്റ്യാടി എഴുതിയത്
ഈ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഖബറിലാണ്. ആ അമവിയ ഭരണാധികാരിയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് കെൽട്ടായ ഒരു മനുഷ്യനായിരുന്നു. ഭരണാധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ബേജാറായി കരഞ്ഞു കരഞ്ഞ് ആരോഗ്യം ക്ഷയിച്ച് മരിച്ചുപോയാളാണ്. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്നു. ആ കുട്ടി ഉണ്ടായത് യാസിം ഈ പാൽക്കാരി ദമ്പതികളുടെ സഭയിലാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനത്തെ ഉണ്ടാവുള്ളൂ. അത്രയും അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവരിൽ നിന്ന് ഇത്തരം നല്ലവരുണ്ടാവുകയുള്ളൂ. കല്യാണം നടന്നു. മഹാനായ അബ്ദുല്ലാഹിബ്നു ദീനാർ പറയുന്നതായി നമുക്ക് കാണാം, ഉമറിന്റെ കൂടെ ഞങ്ങൾ മദീനയിൽ നിന്നും മക്കയിലേക്ക് പോകുന്നൊരു വഴി, അതുകൂടി ചേർക്കുക. ഉമറിന്റെ കൂടെ മദീനയിൽ നിന്ന് ഞങ്ങൾ മക്കയിലേക്കൊരു യാത്രാവേളയിൽ വിശ്രമിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഒരു തരളിയിരുന്നു. നല്ല ചൂടാ. ഒരു മരം കണ്ടപ്പോൾ ചൂട്ടിലിരുന്നു. ആ സമയത്ത് പർവ്വതത്തിൽ നിന്നും ഒരാട്ടിടയൻ ഇങ്ങനെ ആടുകളുമായി ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ഉമർ ചോദിച്ചു, ധാരാളം ആടുകളുണ്ടല്ലോ നിങ്ങളടുത്ത്, അതിൽ നിന്ന് ഒന്നിനെ തരുമോ എന്ന് ചോദിച്ചു. ഒന്നിനെ കൊടുക്കണോന്ന് ചോദിച്ചു. വിലക്കേ, വെറുതെ അല്ല, തെറ്റിദ്ധരിക്കേണ്ടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ കാണലോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ ആളല്ല ഉമർ റളിയല്ലാഹു അൻഹു. വിലക്ക് കൊടുക്കണോന്ന് ചോദിച്ചു. ആ സമയത്ത് ആ ഇടയൻ പറഞ്ഞു, ഇന്നി മംലൂക്ക്, ഞാൻ ഇടയനാണ്, ഇതിന്റെ ഓണറല്ല, ഇതിന്റെ ഓണറല്ല ഞാൻ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യജമാനൻ വന്നാൽ ഒന്നിനെ ചെന്നായ തിന്നു എന്ന് പറഞ്ഞാൽ പോരെ, ഇത് തരി. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യായിരുന്നു. ചെന്നിട്ടേ ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞത് ഒന്നും തരി, കച്ചവടാണ്. ആ സമയത്ത് ഇടയൻ ചോദിച്ചു, ചെന്നായ പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞാലും ഫൈനല്ലാ, ഉമറേ അല്ലാഹ് എവിടെയാണ്? അപ്പൊ അള്ളാനെ പേടിയുള്ള ഇടയനായിരുന്നു എന്ന് മനസ്സിലായി. അള്ളാഹു എവിടെയാണ്? ഞാൻ എൻ്റെ മുതലാളിയോട് ഈ കളവ് പറഞ്ഞാലും റഖീബായ നിരീക്ഷകനായ റബ്ബ് കാണുന്നില്ലേ എന്നുള്ള ചോദ്യം. ഇത് കേട്ടപ്പോൾ ചരിത്രത്തിൽ കേടാം, ഉമർ കരഞ്ഞു എന്നല്ല, പൊട്ടിക്കരഞ്ഞു പോയി. ഉമർ തന്റെ നാട്ടിലെ പ്രജകളുടെ ഈമാനിക അവസ്ഥയെ അളക്കുകയായിരുന്നു. ധീരനായ ഉമർ ബിൻ ഖത്താബ്. ആരാണ് ഈ ഉമർ? ഉമർലാന്റെ ഉപ്പാന്റെ പേര് ഖത്താബ് എന്നാണ്. ഖത്താബിന് ഒരു കഴുതുണ്ടായിരുന്നു. ആ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഉമർ മുസ്ലിം ആകില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് 24-ാമത്തെ വയസ്സിൽ ചുണക്കുട്ടിയുടെ പ്രായത്തിൽ ഇസ്ലാമിലേക്ക് വന്ന് ഈമാനിന്റെ അതിശക്തമായ പ്രസരിപ്പ് കൊണ്ട് ഉമർ അള്ളാഹു മാറിയ മാറ്റം നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഉമർ അള്ളാഹു പറഞ്ഞ വചനം കാണാം. നിങ്ങൾ പറഞ്ഞ ഈ വചനമാണ് നിങ്ങളെ ഈ ദുനിയാവിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരിക്കലും ഇനി അടിമത്തത്തിൽ ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുക. മോചിപ്പിച്ചു ഉമർ അള്ളാഹു. അദ്ദേഹത്തിന് കൊടുത്ത സമ്മാനം. കൂട്ടത്തിലൊരു കാര്യം കൂടി പറഞ്ഞു, പരലോകത്ത് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വചനം നിങ്ങളെ സ്വർഗത്തിലെത്തിക്കട്ടെ എന്നും അദ്ദേഹത്തിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. 5 കാര്യങ്ങളുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കാണാം. ഒന്ന്, ഇസ്തിഖാമത്തുൽ ലൈസ ഫീഹാ റൗആൻ. ഒന്നാമത് വേണ്ടത് വക്രതയില്ലാത്ത നേരെ ചൊവ്വയുള്ള ജീവിതം ഒന്നതാണ്. രണ്ടാമത് വഇജ്തിഹാദു ലൈസ മഅഹു സഹ്വൻ, മറവിയില്ലാതെ കഠിനമായ പരിശ്രമം. മൂന്നാമത് പറഞ്ഞത് രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതം. നാലാമത് പറഞ്ഞത് മരണത്തെ എപ്പോഴും പ്രതീക്ഷിക്കണം, എപ്പോഴും വരാം. അഞ്ചാമത് പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള വിചാരണക്ക് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഒന്ന് വിചാരണ ചെയ്യുക. ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു നിങ്ങളുടെ മേൽ റഖീബായുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെടുക, കൂടുതൽ ജീവിതത്തെ ധന്യമാക്കുക. അള്ളാഹു നമുക്കെല്ലാം ഈമാനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കുറച്ച് സമയം ഞാൻ അധികം എടുത്തിട്ടുണ്ട്, എന്നാലും വിഷയം ഇവിടെ കുറച്ച് ബാക്കി കിടക്കുകയാണ്. എന്തായാലും എന്നെ ക്ഷമയോടുകൂടി കേട്ട നിങ്ങൾക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് രഹസ്യത്തിലും പരസ്യത്തിലും അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം രോഗികളുണ്ട്, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മാനസികമായി ടെൻഷൻസുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്, അള്ളാഹു
പകരം നിർഭയത്വവും സമാധാനവും ജീവിതത്തിലുടനീളം നൽകുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്നും വലിയ വലിയ രോഗങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മെ നോക്കി കടന്നു വരുന്ന എല്ലാ മുസീബത്തുകളെയും അള്ളാഹു നമ്മിൽ നിന്ന് തിരിച്ചു വിടുമാറാകട്ടെ. നമ്മുടെ ഇടകളിൽ നിന്നും മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന വിജയികളിൽ ഒരംഗമായി അള്ളാഹു നമ്മയും പരിഗണിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഗതകാലങ്ങളിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപക്കറകളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മരണത്തിൻ്റെ സമയത്ത് സന്തോഷത്തോടെ മുത്മഇന്നയായ ആത്മാവായ റബ്ബിലേക്ക് മടങ്ങുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.